പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ കള്ളപ്പണത്തിന്റെ ക എന്നു കേട്ടാൽ ചാടി വീഴുന്ന ഒരു അന്വേഷണ ഏജൻസിയുണ്ട് നമ്മുടെ രാജ്യത്ത്. നീതിപീഠങ്ങൾ പലതവണ തലങ്ങും വിലങ്ങും തല്ലിപ്പടിപ്പിച്ച് നേരെയാക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ നന്നാവില്ലമ്മാവ എന്ന മട്ടിൽ തല തിരിഞ്ഞു കറങ്ങുന്ന ഒരു സംവിധാനം. സ്വയം ഇങ്ങനെ അത് കറങ്ങുന്നുവെന്ന് നമുക്ക് തോന്നുമെങ്കിലും അച്ചുതണ്ട് ഉറപ്പിച്ചിരിക്കുന്നത് അങ്ങ് BJP നേതൃത്വത്തിന്റെ തലച്ചോറിനുള്ളിലാകുമ്പോൾ നീതിയുടെയോ യുക്തിയുടെയോ കണിക പോലും പ്രതീക്ഷിക്കേണ്ടതുമില്ല. നാടാകെ ഉഴുതുമറിച്ച ഒരു പറ്റം മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച CPIM എന്നൊരു സംവിധാനത്തെ ആകെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് കരുതി മെനഞ്ഞൊരു കരുവന്നൂർ തിരക്കഥ ഹൈക്കോടതി ചുരുട്ടിക്കൂട്ടി മൂലക്കെറിഞ്ഞിട്ടുണ്ട്. ED അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച CPIM നേതാവ് PR അരവിന്ദാക്ഷനും CK ജിൽസനും കുറ്റം ചെയ്തുവെന്ന് കരുതാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ജാമ്യം അനുവദിക്കുമ്പോൾ പിന്നെ എന്ത് മലമറച്ച അന്വേഷണമാണ് ED നടത്തിയതെന്ന സാമാന്യ യുക്തിയിൽ ഉയരുന്ന ചോദ്യം. പക്ഷേ ഈ വാസ്തവാനന്തര കാലത്ത് യുക്തികൾക്കൊക്കെ എന്ത് TRP മൂല്യം? അരവിന്ദാക്ഷനിലൂടെ MK കണ്ണൻ, MK കണ്ണനിലൂടെ AC മൊയ്തീൻ, AC മൊയ്തീനിലൂടെ കഴിയുമെങ്കിൽ പിണറായി വിജയൻ തന്നെ. അങ്ങനെ ED എന്ന ഐശ്വര്യത്തിന്റെ സൈറൺ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ 30 പേജ് നീണ്ടൊരു ജാമ്യ ഉത്തരവിലൂടെ അരവിന്ദാക്ഷൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് ഹൈക്കോടതി പറയുന്നത് എന്തൊരു കഷ്ടമാണ്. കള്ളപ്പണമുണ്ടെന്ന് സംസ്ഥാന ഏജൻസികൾ കണ്ടെത്തി EDയുടെ വരവും കാത്തിരിക്കുന്ന ഒരു കൊടകര കേസിൽ പക്ഷേ ഉപഗുപ്തനെ കാത്തിരുന്ന വാസവദത്തയുടെ അവസ്ഥയാണ്. കരുവന്നൂരിൽ ഇല്ലാത്ത കരിമ്പൂച്ചയെ ഇരുട്ടിൽ തപ്പിയ ED കൊടകരയിലെ വമ്പൻ സ്രാവുകളെ കാണാത്തത് എന്തുകൊണ്ടാണ്?